റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. മോട്ടോർ വാഹന വകുപ്പിലെ ക്രമക്കേടുകൾക്ക് പരിഹാരം കാണാൻ സൂപ്പർ ചെക്കിംഗുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അപേക്ഷകൾ ഉദ്യോഗസ്ഥർ അകാരണമായി വർദ്ധിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ആഷിൻ ഡിയേഗോ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ആഷിൻ ഡിയേഗോ. കുറെ കാലമായിട്ട് ആഷിനെ മോട്ടോർ വാഹന വകുപ്പിലൊന്നും കാണുന്നില്ല എന്ന് കേട്ടു. ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ ഈ ക്രമക്കേടിൽ എന്താണ് നമുക്ക് വ്യക്തമാവുന്നത്? അസുജ, കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വലിയ തരത്തിലൊരു പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ വ്യാപകമായ രീതിയിൽ വലിയ ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. തുടർന്ന് വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരുന്നു. മാത്രമല്ല, തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കണം എന്നൊരു നിർദ്ദേശവും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CH നാഗരാജു ഇപ്പോൾ ഒരു സൂപ്പർ ചെക്കിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ സാധാരണ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി എല്ലാം വിശദമായി പരിശോധിച്ച് ഫൈൻ ഈടാക്കേണ്ട കേസുകളാണെങ്കിൽ ഫൈനൊക്കെ ഈടാക്കുന്ന ആളുകളാണ്. അവരെ ഇപ്പോൾ ചെക്ക് ചെയ്യാനായി പുതിയൊരു ടീം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. CH നാഗരാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരിക്കും ഇദ്ദേഹത്തിന് അടുത്തുള്ള ഇദ്ദേഹത്തിന്റെ തൊട്ടു താഴെ വരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു പരിശോധന നടക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പിനെതിരെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്തരത്തിൽ ഈ ഇടനിലക്കാർ വഴി വരുന്ന അപേക്ഷകൾ മാത്രം പെട്ടെന്ന് തീർപ്പാക്കുന്നു എന്നുള്ളത്. മാത്രമല്ല, മറ്റ് അപേക്ഷകൾ അവർ മനഃപൂർവ്വം മുക്കുന്നു എന്നടക്കമുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുണ്ട്. അതിനിടയിലാണ് ഈ വിജിലൻസിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്ത് ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ CH നാഗരാജുവിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സൂപ്പർ ചെക്കിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സൂപ്പർ ചെക്കിംഗ് ഉണ്ടാകും എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയൂ. മാത്രമല്ല, ഇതിന്റെ തീയതി ഒന്നും പുറത്തുവിടാൻ കഴിയില്ല. ഒരു മിന്നൽ പരിശോധന പോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ്, അതായത് നിരത്തുകളിൽ പരിശോധന നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ പരിശോധിക്കാനായി ഒരു പുതിയ സൂപ്പർ ചെക്കിംഗ് സംവിധാനം മോട്ടോർ വാഹന വകുപ്പിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അഴിമതികൾ അത് തുടച്ചു നീക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിനൊരു നടപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു സൂപ്പർ ചെക്കിങ്ങിന്റെ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായുള്ള ചെക്കിങ്ങുകൾ മോട്ടോർ വാഹന വകുപ്പ് മുതിർന്ന ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ ഈ വിശദമായി തന്നെ പല ഘടകങ്ങളായി ഇരിക്കട്ടെ. ആഷിൻ ഡിയേഗോ, സൂപ്പർ ചെക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കിങ്ങിൽ നടപടി എടുത്താലേ അത് സൂപ്പർ ആവുകയുള്ളൂ. അപ്പോൾ സൂപ്പർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് കാത്തിരിക്കാം.